ഈ പിശാചിന് അറിയാമായിരുന്നു കുർബാന വളരെ പവർഫുൾ ആയ കാര്യമാണ്. അവിടെ ഈ പിശാച് കുർബാനയുടെ കാര്യങ്ങളിലേക്ക് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നത്. കാരണം ഒരു മനുഷ്യനെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിശാചിനെ കൂടെ കയറാൻ വളരെ ഈസിയാണ്. കാരണം ഈശോ ഈ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ച ഈശോ എങ്ങനെയാണ്? ഈശോ ഈ രണ്ട് കാര്യം പറഞ്ഞതിന് ശേഷം ഈശോ നേരെ എന്താ ചെയ്തത്? ഈശോ നേരെ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയി ചോര വേർത്ത് പ്രാർത്ഥിക്കുക. ചോര വേർത്ത് പ്രാർത്ഥിച്ചിട്ട് ഈശോ എന്നോട് നിങ്ങളോട് പറഞ്ഞെന്താണ്? ഞാൻ ഗെത്സമൻ തോട്ടത്തിൽ ചോര വേർത്തത് എന്തിനു വേണ്ടിയാ? ഈ കുർബാനയാകാൻ വേണ്ടിയാ. അവിടുത്തെ പട്ടാളക്കാരുടെ മുമ്പിൽ പരിഹാസം ഏറ്റെടുത്തത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാ. ഈശോ കൽത്തളത്തില് അടികളേറ്റത് കുർബാനയാകാൻ വേണ്ടിയാ. ഈശോയ്ക്ക് ശേഷം കാൽവരിയിലേക്ക്, ഞാൻ പറഞ്ഞു, ഈശോ കാൽവരിയിലേക്ക് നടന്ന ഈ സമയത്ത് കുരിശിന്റെ നെറുകയുള്ള ഭാഗം കാൽവരിയിൽ കുരിശിട്ടിരിക്കുകയായിരുന്നു. ഈ കുറുകയുള്ള ഭാഗമാണ് അത്. രണ്ടും ഈശോയുടെ രണ്ട് കരകൾ ഇങ്ങനെ വെച്ച് കെട്ടി, വരെ വെച്ച് കെട്ടി ഈശോയെ ഉന്തി തള്ളി. ഈശോ പറഞ്ഞ 3 പ്രാവശ്യം വീണ് മുഖം അടിച്ച വീഴുന്നത്. മുഖം, മൂക്ക് പൊട്ടി, കണ്ണു പൊട്ടി, ചുണ്ടുകൾ പൊട്ടി, രക്തം ഒഴുകിയത് എന്തിനു വേണ്ടിയാ? പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാ. കാൽവരി മലയിലേക്ക് തന്റെ പ്രിയമകൻ, നിങ്ങളാരെങ്കിലും നിങ്ങളുടെ മക്കളെ ബലിയർപ്പിക്കപ്പെടും, തന്റെ പ്രിയ മകൻ കാൽവരി മലയിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങി കാൽവരി മലയുടെ നെറുകയിലേക്ക് പരിഹാസപ്പെട്ട് ഈ വേദനയോട് കൂടി നടന്നു നീങ്ങി കഴിഞ്ഞപ്പോൾ ഈ മകന്റെ അമ്മ, പരിശുദ്ധ അമ്മ, തന്റെ മകനെ കാൽവരിയിലേക്ക് പറഞ്ഞയച്ചത് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, കുർബാനയാകാൻ വേണ്ടിയാണ്. കാൽവരി മലയുടെ നെറുകയില് കയ്യിൽ എവിടെ നിന്നാണ് ആണി നിറച്ചിരിക്കുന്നത്? ഇവിടെ ആണി നിറച്ചേക്കുന്നത്. ചരിത്രം നിങ്ങൾ പഠിച്ചു. ഇവിടെയാണ് ഞരമ്പുകളുടെ കൂട്ടം. ഇവിടെ ആണി നിറച്ചു കഴിഞ്ഞപ്പോൾ ഈ ഞരമ്പുകൾ പൈപ്പ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൈപ്പിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റുന്നത് പോലെ രക്തം ചീറ്റി കാൽവരി മലയുടെ മുകളിൽ. അവിടുന്ന് ആ രക്തം ഒഴുകി ഇറങ്ങിയത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഡിയർ parents, children and youth, there is no compromise for